എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിനും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. പോലീസുകാർ ഹീറോയിനെയും പിടിച്ചോണ്ട് വന്നേക്കാണ്. വേറൊന്നിനല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഹോട്ടലിന്റെ ഉടമസ്ഥരുമായിട്ട് അടി ഉണ്ടാക്കിയില്ലായിരുന്നു. ഹോട്ടലിന്റെ ഉടമസ്ഥരയിലാണ് പ്രശ്നമെങ്കിലും ഇവരെ പിടിച്ചോണ്ട് വന്നേക്കാണ് പോലീസുകാർ. കാരണം ഇവരാണ് ഒളിച്ചോടി വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഭാഗത്താണ് തെറ്റെന്ന് വിചാരിച്ചിട്ടാണ് പോലീസുകാർ ഇവരെ പിടിച്ചോണ്ട് വന്നേക്കുന്നത്. ഈ സമയം വേറൊരു പോലീസുകാരൻ ബുക്ക് വെച്ച് ഹീറോന്റെ തലയ്ക്ക് അടിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ തലയ്ക്ക് അടിക്കാൻ പോകുന്ന നേരം ഹീറോ ആണെങ്കിൽ കൈ വെച്ചത് തടുക്കുകയാണ് അടിക്കാതിരിക്കാനായിട്ട്. ഇത് കണ്ട പോലീസുകാരൻ ഹീറോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഒരു പോലീസുകാരന്റെ അടി തടയുകയല്ലടാ എന്ന് പറഞ്ഞിട്ട് ഹീറോനെ വീണ്ടും അടിക്കാൻ വരികയാണ്. ഇത് കണ്ട ഹീറോയിന് സഹിച്ചില്ല. ഹീറോയിൻ ആണെങ്കിൽ പോലീസുകാരന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഹീറോയിൻ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. എന്തായാലും മെയിൻ ആയിട്ടുള്ള പോലീസുകാരൻ പറയാണ്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഇവരെ തപ്പി ഒരാൾ വന്നിട്ടുണ്ട്, അത് വേറെ ആരുമല്ല, അത് ഹീറോന്റെ അമ്മയാണ്. ഇതേ സമയം തന്നെ ഹീറോന്റെ അമ്മ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഹീറോന്റെ അമ്മ വന്നിട്ട് ഹീറോന്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് എന്റെ സ്വർണ്ണം എന്ന്. ഞാൻ വിചാരിച്ചു നീ എന്തിനാ എന്നെ വിട്ടു പോയെന്നായിരിക്കും ചോദിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ അമ്മ ചോദിച്ചത് എവിടെ എന്റെ സ്വർണ്ണം എന്നാണ്. അമ്മയുടെ സ്വർണ്ണത്തവള ഉണ്ട് കേട്ടോ അതിനകത്ത്. ആ സ്വർണ്ണത്തവളെ തേടിയാണ് അമ്മ ഇവിടം വരെ വന്നേക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഹോട്ടൽ ഉടമസ്ഥന്റെ ഭാര്യ ഉണ്ടല്ലോ, സ്വർണ്ണക്കടയിൽ വന്നേക്കാണ്. ഹീറോയിനും ആദ്യം വന്ന സ്വർണ്ണക്കടയില്ലേ, ആ സ്വർണ്ണക്കടയിലുള്ള സ്ത്രീയുടെ അടുത്ത് വന്നേക്കാണ്. എന്നിട്ട് ആ സ്വർണം കൊടുക്കുകയാണ് വിൽക്കാനായിട്ട്. എന്നാൽ ആ സ്ത്രീക്ക് മനസ്സിലായി ഇവരത് അടിച്ചോണ്ട് വന്നതാണെന്ന്. ഈ ഹോട്ടൽ ഉടമസ്ഥന്റെ ഭാര്യ പറഞ്ഞത് ഭർത്താവ് ആനിവേഴ്സറി ആയതുകൊണ്ട് കൊടുത്തതാണെന്നാണ്. ഇതിനു മുമ്പും 6-7 മാസം മുമ്പ് അവർ വന്നിട്ടുണ്ട് സ്വർണം കൊടുക്കാനായിട്ട്. അന്നും അവർ പറഞ്ഞത് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്നാണ്. ഈ സമയമാണ് സ്വർണ്ണക്കടയിലെ ലേഡി അത് പൊക്കുന്നത്. ഇവർ കള്ളിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഹോട്ടൽ ഉടമസ്ഥന്റെ ഭാര്യ അവിടെ നിന്ന് പരിങ്ങി കളിക്കുകയാണ്. കാരണം മറ്റേ സ്വർണ്ണ ലേഡി അത് പൊക്കിയിട്ടുണ്ട്, ഇവർ മോഷ്ടിച്ചാന്നുള്ള കാര്യം. പക്ഷേ ഭാര്യയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടില്ല. എന്തായാലും ഇതിനുശേഷം വീണ്ടും ഹോട്ടലിലാണ് കാണിക്കുന്നത്. ഹോട്ടലിലാണെങ്കിൽ ഹോട്ടൽ ഉടമസ്ഥൻ, മോള്, ഭാര്യ, പിന്നെ ഹീറോന്റെ അമ്മയും വന്നിട്ടുണ്ട്. ഹീറോന്റെ അമ്മയാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയാണ്, ഈ ലേഡി എനിക്ക് പൈസ തരാനുണ്ട്, എന്റെ സ്വർണ്ണം മോഷ്ടിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നാലേ ഞാൻ പോത്തുള്ളൂ. ഇനി വരുന്ന ആൾക്കാരെല്ലാരും എനിക്ക് വേണം പൈസ തരാനെന്ന്. അങ്ങനെ അവിടെ വന്ന ഒരാളെടുത്ത് പൈസ ചോദിക്കുകയാണ്. ഹോട്ടലിൽ താമസിക്കുന്നതിന് പൈസ കൊടുക്കണമല്ലോ, അത് ലേഡിയുടെ കൊടുക്കാതെ അമ്മ വാങ്ങാനാണ് അവരുടെ പ്ലാൻ. എന്നാൽ അയാൾ കൊടുക്കുന്നില്ല, വന്ന ആൾ കൊടുക്കുന്നില്ല. അയാൾ ഹോട്ടലിൽ നിന്ന് റൂം എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇത് കണ്ട നേരത്ത് ഹോട്ടൽ ലേഡിക്ക് ദേഷ്യം വരികയാണ്. അവരാണെങ്കിൽ പുറത്തിറങ്ങി വരികയാണ്. അതായത് റിസപ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഹീറോന്റെ അമ്മേനെ ഉപദ്രവിക്കുകയാണ്. അതേ നേരം തന്നെ അങ്ങോട്ട് പോലീസ് കയറി വരികയാണ് കേട്ടോ. പോലീസ് വന്നിട്ട് പറയാണ്, നിങ്ങൾ കുറെ ആൾക്കാരുടെ സാധനങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്, അത് മാത്രമല്ല കുറെ സ്വർണ്ണമൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട്, അതിന്റെ എല്ലാം എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ നിങ്ങൾ 10 കുറ്റത്തിന് അകത്ത് പോകേണ്ടി വരുമെന്ന്. വേറൊന്നുമല്ല, ആ ജ്വല്ലറിയിലുള്ള ലേഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ അടുത്ത്, ഇത് കണക്കിനൊരു ലേഡി സ്വർണം കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, അത് ഞാൻ 2 പിള്ളേരുടെ കണ്ടിട്ടുണ്ടായിരുന്നെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അവരെ പൊക്കാൻ വന്നേക്കാണ്. കാരണം ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ ലേഡിയെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഹീറോയിനും ആ തെരുവിലിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്, ബ്രെഡ് എന്തോ കഴിക്കുകയാണ്. ആ സമയം ആ ലേഡി പറയുന്നുണ്ട്, എന്റെ റൂമിലെ ഫാൻ നിങ്ങൾ നശിപ്പിച്ചല്ലേ, അതിന് എന്തായാലും നിങ്ങളുടെ ഞാൻ പൈസ വാങ്ങുമെന്ന്. വേറൊന്നുമല്ല, അവര് താമസിച്ച ആ റൂമിൽ ആ ഫാൻ പന്നലായി തറയി വീണില്ലായിരുന്നു, ആ ഫാനിന്റെ കാര്യമാണ് പറയുന്നത്. അവരെന്ത് ചെയ്തെന്ന് അറിയാൻ പാടില്ല. ഹീറോയിനും ആ ഫാൻ നശിപ്പിക്കാനായിട്ട് എന്താ ചെയ്തെന്ന് അറിയാൻ പാടില്ല. ആ ലേഡിയെ കൊണ്ടുപോയ ശേഷം ഹീറോന്റെ അമ്മ ഹീറോന്റെ അടുത്തും വരികയാണ്. ഹീറോന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നൊന്നുമില്ല, എന്നാലും അവന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, നിന്നെ പ്രസവിച്ച സമയത്ത് ഒരു തെരുവ് നായിക്ക് ജന്മം കൊടുത്താൽ മതിയായിരുന്നു. ഇതിനുശേഷം ഹീറോയിനെ വളരെയധികം മാനിയായിട്ട് അവിടുന്ന് പിടിച്ചോണ്ട് പോവാൻ മീൻസ് കൈ പിടിച്ചോണ്ട് പോവാണ്. വലുതായിട്ട് ഫോഴ്സ് ചെയ്തിട്ടൊന്നും അല്ല കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. കാരണം ഇവര് കുട്ടികളായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യമായിട്ട് നഗരത്തിൽ വന്ന സമയത്ത് അവരുടെ കയ്യിലിരുന്ന ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ അടിച്ചോണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പക്വത ആയിട്ടില്ല ജീവിക്കാനുള്ള. ഇനി പക്വതയൊക്കെ ആകുമ്പോൾ കെട്ടിച്ചു കൊടുക്കുമായിരിക്കും. അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും ശേഷം ഹീറോയിൻ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലുള്ള ഓരോ ആൾക്കാരും അതും ഇതും പറയാണ്, ഹീറോയിൻ ഇങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ട്, അവര് തമ്മിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഹീറോയിനാണ് എല്ലാത്തിനും പ്രശ്നം എന്നൊക്കെ. ഇതെല്ലാം കേട്ട് സഹിച്ചിട്ട് ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ബുക്ക് കൊണ്ടുവന്ന് കത്തിച്ച് കളയാണ്. ഇനി സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തേക്കാണ്. എന്തായാലും ഒളിച്ചോടിയോണ്ട് തന്നെ 2 വീട്ടിലും നല്ല പ്രശ്നങ്ങളാവുന്നുണ്ട്. ഹീറോന്റെ വീട്ടിൽ ഹീറോയിനെ വഴക്ക് പറയുന്നുണ്ട്, ഹീറോയിന്റെ വീട്ടിൽ ഹീറോയിന്റെ അങ്കിളാണ് അവളെ വഴക്ക് പറയുന്നത്, ഒരുപാട് ശകാരിക്കുന്നുണ്ട്. അങ്കിള് ഹീറോയിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും അവള് പോകുന്നില്ല, അവൾക്ക് പോകാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. എന്തായാലും ഹീറോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹീറോയിന്റെ വീട്ടിൽ വന്നേക്കാണ്. അവിടെ ഭയങ്കരമായിട്ട് കോലാഹലങ്ങൾ നടക്കുകയാണ്. ഹീറോയിനെ ആണെങ്കിൽ അവരെല്ലാരും കൂടെ വഴക്ക് പറയാണ്. ആ സ്ഥലത്തോട്ട് ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹീറോ ചെല്ലുകയാണ് കേട്ടോ. ആ സമയം ഹീറോയിന്റെ അമ്മൂമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പൊ ഒരു ആൺകുട്ടിയാണ് അങ്ങനെ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നം കാണത്തില്ല, നാട്ടുകാരൊന്നും പറയില്ല. ഇപ്പൊ ഒരു പെൺകുട്ടിയാണ് ഒളിച്ചോടി പോയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നാട്ടുകാർ അതും ഇതും പറയും. ഞാൻ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചല്ലോ എന്ന് ഹീറോയിന്റെ മുത്തശ്ശി ഹീറോന്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ പറയാണ്, ഇതെല്ലാം അവന്റെ പ്ലാൻ അല്ല, എന്റെ മാത്രം പ്ലാൻ ആയിരുന്നു, ഞാനാണ് അവനെ നിർബന്ധിച്ചത് എന്റെ കൂടെ വരാനായിട്ട്, ഞാനാണ് എല്ലാത്തിനും പ്ലാൻ ഉണ്ടാക്കിയത്. ഇതിനുശേഷം രാവിലെ ആവുന്ന സമയത്ത് ഹീറോയിനെ കാണാനായിട്ട് ഹീറോന്റെ അമ്മ വന്നിട്ടുണ്ട്. ഹീറോന്റെ അമ്മ വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഹീറോയിന്റെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ, കല്യാണത്തിന് മുമ്പൊക്കെ പ്രണയമൊക്കെ കാണും, കല്യാണത്തിന് ശേഷം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, കഷ്ടപ്പെടേണ്ടി വരും, കുറെ അധികം കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അമ്മ സ്വന്തം
മോളെ പോലെയാണ് അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. അവളെ വഴക്ക് പറയുന്നൊന്നുമില്ല, എന്നാലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതിനുശേഷം ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ വീട്ടിൽ വന്നേക്കാണ് പെണ്ണ് ചോദിക്കാനായിട്ട്. അവിടെ വന്ന് അങ്കിളിന്റെ അടുത്ത് പെണ്ണ് ചോദിക്കുകയാണ്. പക്ഷെ അങ്കിളിന് സമ്മതമില്ല, സമ്മതിക്കാതിരിക്കുന്ന ആ ഒരു ഇതൊന്നുമില്ല. പക്ഷെ സമ്മതിക്കാതിരിക്കുന്ന ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, ഹീറോയിനാണ് കേട്ടോ. ഹീറോയിൻ വന്നിട്ട് പറയാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണ്ട, എനിക്ക് നല്ല പൈസ ഉള്ള ആളെ കല്യാണം കഴിച്ചാൽ മതി, ഞാൻ സിയോൾ എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് കല്യാണം കഴിക്കത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് വേറൊന്നുമല്ല, ഹീറോയിൻ പറയുന്നത് അവൾക്ക് നല്ല പൈസയുള്ള കുടുംബ മഹിമയുള്ള നല്ലൊരു വീട്ടിലെ പയ്യനെ വേണമെന്നാണ്. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഹീറോയിൻ ആണെങ്കിൽ ഒരാളെ പെണ്ണ് കാണാൻ വന്നേക്കാണ്. ഹീറോയിനെ പെണ്ണ് കാണാനായിട്ട് ഒരാൾ വന്നേക്കാണ്. അതൊരു റെസ്റ്റോറന്റിലാണ് കേട്ടോ. അവിടെ വെച്ച് ഹീറോയിനും അങ്ങേര് സംസാരിക്കുന്നുണ്ട്. അങ്ങേർക്ക് ഏതാണ്ട് 30 വയസ്സുണ്ട്, എന്നാൽ ഹീറോയിൻ ആകെ 18 വയസ്സേ ഉള്ളൂ. പൈസ ഉള്ള വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ ചെറുപ്പക്കാരെയൊന്നും കിട്ടത്തില്ല. ഇങ്ങേരാണെങ്കിൽ രണ്ടാം കെട്ടുകാരനാണ്, പിന്നെ 2 മക്കളുണ്ട്. ആ മക്കൾ നോക്കണമെന്നാണ് ഇങ്ങേരുടെ ഡിമാൻഡ്. എന്തായാലും ഇങ്ങേറിൽ നല്ല പൈസ ഉണ്ട് കേട്ടോ. എന്തായാലും പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിന്റെ ആന്റിയും പിന്നെ ഹീറോയിനും റെസ്റ്റോറന്റിന്റെ പുറത്ത് നിൽക്കുകയാണ്. ആ സമയം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ആന്റി ആണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് ബോട്ടുണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്, നല്ല പൈസയുണ്ട്, ജീവിതം എല്ലാം നല്ല സെറ്റിൽഡ് ആയിരിക്കും, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിന് മനസ്സ് വരുന്നില്ല കേട്ടോ. അവളാകെ തളർന്ന് നിൽക്കുകയാണ്. കാരണം ഹീറോയെ വിട്ടിട്ട് പോണോ എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ. ഇതിനുശേഷം രാത്രിയാവുന്ന സമയത്ത് ഹീറോന്റെ വീട്ടിൽ കുറച്ച് ലേഡികൾ വന്നിട്ടുണ്ട്. ലേഡികൾ വന്നിട്ട് ഹീറോന്റെ അമ്മയെടുത്ത് സംസാരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണ്ട, അവളാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു മുതുക്കനെയാണ്, അവനാണെങ്കിൽ 2 മക്കളുണ്ട്, അവളുടെ ജീവിതം നരകതുല്യായിരിക്കും, അതുകൊണ്ട് അവളെ നിങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിച്ചൂടെന്ന്. എന്നാൽ അമ്മ ചോദിക്കുന്നത് എന്നാ പിന്നെ അവളെ നിങ്ങളുടെ മക്കളെ കൊണ്ട് കെട്ടിക്കാനാണ്. ഇതേ നേരം ഹീറോ അത് കേട്ടോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഹീറോയിനും മറ്റേ കല്യാണം കഴിക്കാൻ പോകുന്ന അയാളും ആണെങ്കിൽ അതുവഴി ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നടന്നു പോവുകയാണ്. അവൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അയാള്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തോ ഒരു ഗിഫ്റ്റ് ആണ്, ഇമ്പോർട്ടഡ് ആയിട്ട് വന്നൊരു സാധനമാണത്. ഇതിനുശേഷം വീണ്ടും ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ കുറെ പെട്ടി മീൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നേരെ വന്നേക്കുന്നത് ഹീറോയിന്റെ വീട്ടിലാണ്. എന്നിട്ട് മീനെല്ലാം അവിടെ പറക്കി വെച്ചിട്ട് പറയാണ്, ഹീറോയിനെ എനിക്ക് കെട്ടിച്ചു തന്നൂടെ എന്ന്. ആ സമയം അങ്കിള് പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാന്, അവക്ക് നിന്നെ കെട്ടാൻ താല്പര്യമില്ലാന്ന്. അത് മാത്രമല്ല അവൻ ഈ കൊച്ചു കുട്ടികളിൽ നിന്ന് കരയുന്ന കണക്ക് അവിടെ നിന്ന് കരയാണ്, തുള്ളി തുള്ളി കരയാണ് അവളെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ചിട്ട്. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെയും ആ കെട്ടാൻ പോകുന്ന ആളെയും കാണിക്കുകയാണ്. ആ സമയം അയാൾ ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി ഒളിച്ചോടി പോയ സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോ എന്നുള്ള രീതിയിൽ ചീപ്പായിട്ട് ചോദിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ഹീറോയിൻ തിരിച്ചും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ 2ാം ഭാര്യയായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോന്ന്. 2അല്ല 1ാം ഭാര്യയായിട്ട്, ഡിവോഴ്സ് ആയി പോയ ഭാര്യയായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോന്ന്. അവളെ ആക്ഷേപിച്ചുകൊണ്ട് അവള് തിരിച്ച് ആക്ഷേപിച്ചതാണ്. ഇതേ നേരം തന്നെ ഹീറോ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ഹീറോ അങ്ങോട്ട് വന്നിട്ട് ഹീറോയിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ അത് തട്ടി മാറ്റുകയാണ്. ഈ സമയം തന്നെ അങ്ങേരും, അതായത് 2ാം കെട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ട് മൂത്തോരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുകയാണ്. മൂത്തോരെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കാണിക്കാനൊന്നും പാടില്ല എന്ന്. കാരണം അങ്ങേർക്ക് 30 വയസ്സുണ്ട്, ഇവർക്കാണെങ്കിൽ 18ഉം 19 വയസ്സുള്ളൂ. അപ്പൊ ഹീറോ പറയാണ്, ഞാൻ ആരെ ബഹുമാനിക്കണം, നിങ്ങളൊന്ന് പോയാണ്. ഇതും പറഞ്ഞിട്ട് ഹീറോയിന്റെ കൈയും പിടിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. ആ സമയം ഹീറോയിൻ കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹീറോയിനെ നേരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആ പൂന്തോട്ടത്തിലാണ്. ആ പൂന്തോട്ടത്തിൽ വെച്ച് തന്നെ ഹീറോയിന്റെ കയ്യിൽ ഒരു മോതിരം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറയാണ്, ഞാൻ ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ചില്ലേ, നിനക്ക് എന്റെ കൂടെ ജീവിച്ചൂടെ എന്ന്. എന്നാൽ അവൾ ആ മോതിരം ഒരു ദൂരോട്ട് എറിയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് നിന്നെ പോലുള്ള ഒരുത്തനെ അല്ല വേണ്ട, എനിക്ക് നല്ല പൈസയുള്ള വീട്ടിൽ നിന്നാണ് വേണ്ടത്. നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല. അയാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാൾ എന്നെ കോളേജിൽ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് എന്റെ ആഗ്രഹം, ഞാൻ അയാളെ കല്യാണം കഴിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് റിജക്ട് ചെയ്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഹീറോയിൻ പറയുന്നുണ്ട്, നീ ഇനി തൊട്ട് എന്റെ വഴിക്ക് വരല്ലേ, എന്റെ വഴിക്ക് നീ വരുവാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം, എന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകണം എന്ന് പറയുകയാണ് ഹീറോയിന്റെ അടുത്ത്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അവനാണെങ്കിൽ ആകെ തളർന്ന് കരയുകയാണ്. എന്തായാലും ഇതിനുശേഷം പാതിരാത്രി കാണിക്കുകയാണ്. ഹീറോയിൻ ഊരിക്കളഞ്ഞ ആ മോതിരം ഇല്ലേ, ആ മോതിരം തപ്പി ഹീറോയിൻ അവിടെ അലയുകയാണ്. ആ ഊരിക്കളഞ്ഞ മോതിരം ഏതോ കാട്ടിലാണ് പോയി വീണിട്ടുള്ളത്. ആ കാട്ടിൽ തന്നെ അത് തപ്പാണ് ആ മോതിരം കിട്ടുമെന്ന് നോക്കിയിട്ട്. എന്നാൽ ആ മോതിരം കിട്ടുന്നില്ല. ഈ നടന്ന കാര്യങ്ങളെല്ലാം പ്രായമായിട്ടുള്ള ഹീറോയിന്റെ മോളെടുത്തും പിന്നെ ഭർത്താവിന്റെ അനിയത്തി എടുത്തും പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നത് 3 മക്കളെന്നല്ലേ, എന്നാൽ 2 മക്കളേ ഉള്ളൂ, ഒരു ആണും പെണ്ണും. അതിൽ ഒരാൾ അനിയത്തിയാണ് കേട്ടോ, അതായത് ഹീറോയിന്റെ അനിയത്തിയാണ്. ഹീറോയിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹീറോനെ തന്നെയാണ്, വേറെ ആരെയല്ല. ഈ കാര്യങ്ങളെല്ലാം അവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് മോളെടുത്താണ് ഈ കാര്യങ്ങളെല്ലാം ഹീറോന്റെ അനിയത്തിയും പിന്നെ ഹീറോയിനും കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനുശേഷം വീണ്ടും പഴയ കാലം കാണിക്കുകയാണ്. അതായത് അവർ വീണ്ടും കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പഴയകാല സമയത്താണ് ഹീറോനെ കപ്പലിൽ കയറ്റിയിട്ട് നഗരത്തിലോട്ട് വിടാൻ പോവുകയാണ്. ഈ കാര്യങ്ങളിലൊക്കെ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവൻ അവിടെ പോയിട്ട് അത്ലറ്റിക്സ് പഠിക്കാൻ പോവുകയാണ്. അവിടെ പോയി നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവന് ഗോൾഡ് മെഡൽ കിട്ടും. അതിനു വേണ്ടിയിട്ട് അവന്റെ അമ്മയും കുടുംബക്കാരും അവനെ നഗരത്തിലോട്ട് പറഞ്ഞു വിടാൻ നിൽക്കുകയാണ്. കപ്പൽ എടുക്കാറായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഹീറോയിൻ ഇതുവരെ വന്നിട്ടില്ല. ഹീറോയിൻ പോകുന്നില്ല, ടാറ്റ പറയാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇതേ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോന്റെ അമ്മ ഹീറോയിനെ കാണാൻ ചെന്നില്ലായിരുന്നു. അന്ന് പറഞ്ഞത് വേറൊന്നും അല്ലായിരുന്നു. ഹീറോയിന് അത്ലറ്റിക്സിൽ നല്ല കഴിവുണ്ട്, അവൻ നല്ല സ്പീഡിലാണ് ഓടുന്നത്. ആ സ്റ്റേറ്റിൽ തന്നെ 3ാമത് അവനാണ്. അവനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവൻ ഭാവിയിൽ രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ
അവന്റെ വഴിക്ക് വരില്ലെന്നാണ് അമ്മ, അതായത് ഹീറോന്റെ അമ്മ ഹീറോയിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഹീറോയിൻ അവനെ റിജക്ട് ചെയ്തത്, അല്ലാതെ അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നുമല്ല. എന്തായാലും രണ്ടുപേര് രണ്ട് വഴിക്ക് പോയാലേ അവർ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത ഹീറോയിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറിയത് അവനോട്. എന്തായാലും വീണ്ടും കപ്പലിൽ കാണിക്കുകയാണ്. ഹീറോന്റെ കൂടെ ഹീറോന്റെ കോച്ച് ഉണ്ട് കേട്ടോ. കോച്ച് വന്നിട്ട് പറയാണ് എന്തായാലും പ്രാക്ടീസ് ചെയ്ത് ഗോൾഡ് മെഡലും കൊണ്ടേ വരത്തോളന്ന്. എന്നാൽ ഹീറോ പറയാണ് എനിക്ക് അത്ലറ്റിക്സിനോട് താല്പര്യമില്ല. അത്ലറ്റിക്സിൽ ഓടുമ്പോൾ ബ്രെഡും പാലും കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചേർന്നത്. ബ്രെഡും പാലും കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നുമല്ല. എനിക്ക് ഹീറോയിന് ബ്രെഡും പാലും കൊടുക്കാൻ പറ്റി, അതുകൊണ്ടാണ് ഞാൻ അത്ലറ്റിക്സിൽ ചേർന്നതെന്ന്. വേറൊന്നുമല്ല, ഹീറോ ഈ ഓടുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് ഫുഡ് കൊടുക്കും. ആ ഫുഡിന് വേണ്ടിയിട്ടാണ് അവൻ ഓടിയത്. അത് അവന് ഹീറോയിനും കഴിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് അവൻ അത്ലറ്റിക്സിൽ ചേർന്നത്. പക്ഷെ അവൻ അതിനകത്ത് നല്ല കഴിവുണ്ടായിരുന്നു കേട്ടോ. അവൻ നല്ല പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഐലൻഡിൽ മൂന്നാമത് വന്നത് അവൻ. എന്തായാലും ഇത് കേട്ട കോച്ച് പറയുന്നുണ്ട് നീ എന്തിനാ പിന്നെ പോകുന്നത്, വീട്ടുകാരുടെ പൈസകളെ എന്തിനാ പോണെന്നൊക്കെ. എന്തായാലും ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ കല്യാണത്തിന് തുണി എടുക്കാൻ വന്നേക്കാണ്. കൂടെ ആ രണ്ടാം കെട്ടുകാരനും ഉണ്ട് കേട്ടോ. അങ്ങേര് അവിടെ ഇരുന്ന് ഷുഗർ തിന്നാണ്, അതായത് പഞ്ചസാര ചവച്ചരച്ച് തിന്നാണ്. ആ സമയം ഹീറോയിൻ ആണെങ്കിൽ ചിന്തിക്കുന്നത് ഹീറോയിനെ പറ്റിയിട്ടാണ്, അവനെ മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അങ്ങേരുടെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് രണ്ടാം കെട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്നെ നിങ്ങൾക്ക് കെട്ടാതിരുന്നൂടെ, ഞാൻ നിങ്ങളുടെ ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കാം, നിങ്ങൾക്ക് എന്നെ വാടകയ്ക്ക് എടുക്കാം, ഹയർ ചെയ്ത് വയ്ക്കാം, നിങ്ങളുടെ ജോലിയെല്ലാം ഞാൻ ചെയ്തു തരാം, മക്കളെ നോക്കാം, പക്ഷെ എന്നെ കെട്ടാതിരുന്നൂടെ. എന്നാൽ ഇങ്ങേര് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങേർക്ക് ഒരു ഭാര്യയാണ് ആവശ്യം, അല്ലാതെ ജോലിക്കാരിയല്ല എന്ന്. അങ്ങേരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ജോലിക്കാരികൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും ഹീറോയിൻ ഒന്നും നോക്കിയില്ല, ആ ഇട്ട വേഷത്തിൽ അതായത് കല്യാണ ഡ്രസ്സിൽ തന്നെ അവിടെ നിറങ്ങി ഓടുകയാണ്. പിറകെ ഈ രണ്ടാം കെട്ടുകാരനും ഉണ്ട്. എന്നാൽ പുറത്ത് നല്ല മഴ പെയ്യാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങേര് പിറകെ ചെല്ലുന്നില്ല. ഹീറോയിൻ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഹീറോയിന്റെ പേരും വിളിച്ചിട്ടാണ് ഓടുന്നത്. എന്തായാലും ഹീറോയിൻ ഓടി ഓടി ആ പാലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ ബോട്ട് പോകുന്നിടത്തൊരു പാലമുണ്ട്, ആ പാലത്തിന്റെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് അവൾ ഇങ്ങനെ ഹീറോയിന്റെ പേര് വിളിച്ച് കരയുകയാണ്. അപ്പൊ ചെറുതായിട്ട് ഈ ശബ്ദം ബോട്ടിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്റ്റനൊക്കെ ഇത് കാണുന്നുണ്ട്. എന്നാൽ ഹീറോ പതിയാണ് ഇതറിഞ്ഞത്. ഹീറോ നോക്കുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ പാലത്തിൽ വന്ന് ഇരിക്കുകയാണ്, ആകെ തളർന്നിട്ട്. അവൻ പോയ വിഷമം എല്ലാം കൂടെ ആയപ്പം അവൾ ആകെ തളർന്നുപോയി, അവിടെ വന്ന് ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ സൈഡിൽ കുറെ ലേഡികളില്ലായിരുന്നു, അവരങ്ങോട്ട് വന്നിട്ട് ഹീറോയിനെ നോക്കിയിട്ട് അതും ഇത് പറയാണ്. അതായത് ചെറുപ്പത്തിലുള്ള പ്രണയം ഒരിക്കലും മരിച്ചു പോകത്തില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്, അതെപ്പോഴും പ്യൂർ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. എന്നാൽ ഹീറോന്റെ മുത്തശ്ശിക്കും അമ്മയ്ക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. ഹീറോയിൻ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് വന്നത്, ഇനി ഹീറോയെ കാണാൻ തിരിച്ചു വന്നാലോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ഇതേ നേരം തന്നെ കപ്പലിൽ കാണിക്കുകയാണ് കേട്ടോ. കപ്പലിൽ ആകെ ബഹളം നടക്കുകയാണ്. ഹീറോ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ക്യാപ്റ്റന്റെ റൂമിൽ ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ് ബോട്ട് തിരിയാൻ. എന്നാൽ അവർ തിരികോ? ഇത്ര ആൾക്കാരെ കൊണ്ട് പോകുന്ന ബോട്ട് ഒരാളെ കാരണം തിരികോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതേ നേരം തന്നെ അവർ ആദ്യം ഒളിച്ചോടിയപ്പോൾ ഒരാൾ ടിക്കറ്റ് വെച്ചില്ലായിരുന്നു, അയാൾ ആ ക്യാപ്റ്റന്റെ റൂമിലുണ്ട്. അയാൾ ചിന്തിക്കുകയാണ് ഈ നാറി വീണ്ടും വന്നോ, വീണ്ടും ബോട്ട് നശിപ്പിക്കാനായിട്ട് വന്നോ എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും ഹീറോനെ കോച്ച് പിടിച്ചോണ്ട് വരികയാണ്, അതായത് ക്യാപ്റ്റന്റെ റൂമിൽ നിന്ന് പിടിച്ചോണ്ട് വരികയാണ്. എന്നിട്ട് പറയാണ് നീ അടങ്ങ്, നീ പോയി ഗോൾഡ് മെഡൽ മേടിക്കുക, അല്ലാതെ അവളെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ജസ്റ്റ് മനസ്സിന്റെ തോന്നൽ മാത്രമാണ്, അവളല്ല ജീവിതം, നിനക്ക് ഒരുപാട് ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനുശേഷം കരയിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കുന്ന സമയത്താണ് ആരോ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിലുള്ള ആൾക്കാർ ഈ വെള്ളത്തിന്റെ മണ്ടയിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു റിങ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ചാടിയ ആൾക്ക് ആരാന്ന് മനസ്സിലാവുന്നില്ല. അതിനകത്ത് തന്നെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടി ആരാന്ന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം ആരാന്ന്. അതായത് പ്രായമായിട്ടുള്ള ഹീറോയിന്റെ അടുത്തും മോളുടെ അടുത്തും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയില്ലേ, അതായത് ഹീറോന്റെ അനിയത്തിയാണ് കേട്ടോ, കസിനായിരിക്കും, അവരാണത്. ആ കുട്ടിക്ക് നല്ല കാഴ്ചയുള്ളതുകൊണ്ട് ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ഹീറോ ആണ് ആ ഷിപ്പിൽ നിന്ന് ചാടിയിട്ടുള്ളതെന്ന്, കപ്പലിൽ നിന്ന് ചാടിയിട്ടുള്ളതെന്ന്. എന്തായാലും ഹീറോ കപ്പലിൽ നിന്ന് ചാടിയിട്ട് പതിയെ നീന്തി നേരെ വന്നേക്കുന്നത് ഹീറോയിന്റെ അടുത്താണ് കേട്ടോ. എന്നിട്ട് ഹീറോയിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന സൈഡിൽ നിൽക്കുന്ന ലേഡികളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ഹീറോയിൻ ചോദിക്കുന്നത് ഈ ഡ്രസ്സിന് ഞാൻ പൈസ കൊടുക്കണം, നിന്റെ പൈസ ഉണ്ടോന്ന്. എന്നാൽ ഹീറോ പറയുന്നത് എന്റെ പൈസ ഉണ്ട്, ഞാൻ അടച്ചോളാന്ന്. അതായത് ആ രണ്ടാം കെട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ കല്യാണത്തിനാണ്, അത് ഇട്ടുകൊണ്ടാണ് അവൾ വന്നേക്കുന്നത്. അതിനെന്തായാലും പൈസ കൊടുക്കണം അയാളെ കെട്ടിയില്ലെങ്കിൽ. ഈ കാര്യങ്ങളെല്ലാം ഹീറോയിന്റെ മോളെടുത്ത് ഹീറോയിന്റെ അനിയത്തിയാണ് പറയുന്നത്. അതായത് നമ്മൾ ആ കരയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ കണ്ടില്ലേ, ആ പെൺകുട്ടി വളർന്നിട്ടാണ് ഈ വലിയൊരു പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുന്നത്. ആ പെൺകുട്ടിയാണ് ഈ കഥകളെല്ലാം ഹീറോയിന്റെ മോളെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അവരെല്ലായിരുന്നു ഫുഡ് കഴിക്കില്ലായിരുന്നു, ആ സമയം പറഞ്ഞു കൊടുത്തതാണ്. എന്തായാലും അനിയത്തി പറയുന്നുണ്ട് നിന്നെ മാസം തികയാതെ പ്രസവിച്ചാണെന്ന്. വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് 8 മാസത്തിനുള്ളിലാണ് ഹീറോയിന്റെ ആദ്യത്തെ മോളെ പ്രസവിച്ചത്. അതായത് അന്ന് അവർ പോയ സമയത്തില്ലേ, ഒളിച്ചോടി പോയ സമയത്ത്, ഹോട്ടലിൽ താമസിച്ച സമയത്ത്, അന്ന് അവർ തമ്മിൽ കാര്യപരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നെന്ന് ഈ അനിയത്തി മോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുമാത്രമല്ല ആ റൂമിലെ ഫാനൊക്കെ ഇളവി വീണിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ആകെ കിളിപോയ അവസ്ഥയിൽ മോളിരിക്കുകയാണ്. കാരണം അച്ഛന്റെ അമ്മയുടെ കാര്യമാണ് ഈ മോളെടുത്ത് പറയുന്നത്. ഇത് കേട്ടിട്ട് ഹീറോ അങ്ങോട്ട് വരികയാണ്. ഹീറോയ്ക്ക് ഇത് കേട്ട സമയത്ത് എന്തോ പോലെ ആവുന്നുണ്ട്. ഹീറോ അവളെ പിടിച്ച് പുറത്താക്കുകയാണ്, അതായത് അനിയത്തി. നീ ചിക്കൻ തിന്നിട്ട് ഞങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് പുറത്താക്കുകയാണ്. അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ട്, അതായത് അവര് മദ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന് മദ്യം കുടിച്ച ശേഷമാണ് അവൾ ഫിറ്റായിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത്. ഫിറ്റായ ശേഷം എന്ത് വിളിച്ച് പറയണമെന്ന്
അറിയത്തില്ലല്ലോ. എന്തായാലും വീണ്ടും പഴയ കാലത്തോട്ട് പോവാണ്. അവര് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ മോളായിട്ടുണ്ട് കേട്ടോ. ആ മോളും ഹീറോയിനും നിൽക്കുന്ന ഒരു ഫോട്ടോ ഹീറോ ക്യാമറയിൽ എടുത്തു കൊടുക്കുന്നുണ്ട് ഹീറോയിന്. അതുപോലെ മോളെ ഉറക്കിയ ശേഷം മോളെടുത്ത് പോയിട്ട് അവര് ചെന്ന് നോക്കുകയാണ് മോളെ. കാരണം ആദ്യത്തെ മോളല്ലേ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട് ഇവൾ എന്തായാലും ഫുട്ബോൾ പ്ലെയർ ആയിരിക്കും ആവാൻ പോകുന്നതെന്ന്. അതുപോലെ ഹീറോയിൻ പറയുന്നുണ്ട് ഇവള് നല്ലൊരു കവിയാവുമെന്ന്. അവരവരുടെ ഇഷ്ടത്തിന് അവരവരെ അതും ഇതും ആവുമെന്ന് പറയാണ്. അതുമാത്രമല്ല ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്, അവർക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല ഈ കുട്ടി എന്താവണമെന്നൊന്നും. അവർക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ കുട്ടി തീരുമാനിക്കണം, വലുതാവും എന്താവും എന്നുള്ള തീരുമാനം ആ കുട്ടി എടുക്കണം എന്നുള്ളൊരിതാണ് അവർക്കുള്ളത്. അതുപോലെ അവർ പറയുന്നുണ്ട് ഈ കുട്ടി വലുതാകുമ്പം എന്താവും. ഇതിനുശേഷം വീണ്ടും പ്രസന്റിലോട്ട് വരികയാണ്. ആ സമയത്ത് വാർത്ത എടുത്ത ആളില്ലേ, അവിടെ കുറെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ആ പൂന്തോട്ടത്തിൽ. ആ സമയം ഒരു കൊച്ചു പെൺകുട്ടി അവിടുത്തെ മണ്ണ് വാന്തി നോക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ അവിടെ നിന്നൊരു മോതിരം കിട്ടുകയാണ്. ഏത് മോതിരമെന്ന് മനസ്സിലായോ? ഹീറോയിൻ അന്ന് വിരളിൽ നിന്ന് ഊരി കളഞ്ഞില്ലായിരുന്നോ ഹീറോ കൊടുത്തപ്പം? ആ മോതിരമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടിയിരിക്കുന്നത്. ആ കുട്ടി അതൊരു വടി വെച്ച് കുത്തി നോക്കുകയാണ്. ഇതേ നേരം ആ കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് കുട്ടി അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. ആ മോതിരം എടുക്കാൻ പറ്റിയിട്ടില്ല. സ്വർണ്ണ മോതിരമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു വില വെച്ചിട്ട് എത്ര വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിനുശേഷം വീണ്ടും പഴയ കാലത്തോട്ട് പോവാണ്. ഹീറോ ആണെങ്കിൽ ആ ജ്വല്ലറി ഷോപ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത സ്വർണ്ണമല്ല, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, എന്റെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊന്ന് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് എനിക്ക് ഒരു റിങ് വാങ്ങിച്ചു തരാമോ? അതായത് അവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഹീറോയിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എവന്റെ റിങ് വിറ്റിട്ട് അവക്ക് വേണ്ടി ഒരു മോതിരം വാങ്ങാനാണ് അവന്റെ പ്ലാൻ. അത് ഈ സ്ത്രീ ആദ്യം സമ്മതിച്ചില്ലേലും പിന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ആ മോതിരം വാങ്ങിച്ചിട്ട് നേരെ വന്നേക്കുന്നത് ഹീറോയിന്റെ അടുത്താണ് കേട്ടോ. ഇത് കുറച്ചു നാൾക്ക് മുമ്പ് നടന്നതാണ്. അതായത് ഒളിച്ചോടി പോയ സമയത്ത് നടന്ന കാര്യമാണ്. അന്ന് ഹീറോ എവിടെ പോയിട്ട് കയറി വന്നില്ലായിരുന്നോ? അത് വേറെ എങ്ങുമല്ല, അവനാണെങ്കിൽ ഈ മോതിരം വാങ്ങാൻ പോയിട്ട് കയറി വന്നതാണ് ഹീറോയിന് കൊടുക്കാനായിട്ട്. അടുത്ത സീനില് ഹീറോയിനും ഹീറോയും പിന്നെ അമ്മയും ഹീറോന്റെ അമ്മയും കൂടെ കല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കാണ്. അവിടെ നല്ല രസമുള്ളൊരു വെള്ള ഡ്രസ്സ് ഉണ്ടോ കേട്ടോ. അത് ഹീറോയിന് വേണമെന്ന് ഹീറോയിൻ പറയാണ്. ഹീറോ ഒരു മടിയും കൂടാതെ അത് എടുത്തോളാനും പറയുന്നുണ്ട്. ഈ റൊമാൻസ് എല്ലാം കണ്ട സമയത്ത് അമ്മയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. അമ്മ വെപ്രാളം പിടിക്കുകയാണ്, പെട്ടെന്ന് വാ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഹീറോയിന് ഒരു തൊപ്പി കൂടെ വേണമെന്ന് പറയാണ്. ആ സമയം ഹീറോ പറയുന്നുണ്ട് ഇപ്പൊ നീ തൊപ്പി വെച്ചിട്ട് കല്യാണത്തിന് നിൽക്കുമ്പോൾ പിന്നെ നിനക്ക് റിഗ്രറ്റ് അടിക്കാൻ പാടില്ല, നിന്റെ മുഖം കാണാൻ പറ്റിയില്ല, തലയിലെ മുടി കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് നിനക്ക് റിഗ്രറ്റ് അടിക്കാൻ പാടില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഇവരുടെ കല്യാണം കഴിയാണ്. ആ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഓക്കെ ബൈ.